വെൽക്കം ടു യൂണിസ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു പുതിയ യാത്രയെ കുറിച്ചിട്ടോ അതോ ഇവിടുത്തെ കോമൺ വിഷയങ്ങളെ കുറിച്ചിട്ടൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് പല ബുദ്ധിമുട്ടുകളും നമ്മുടെ ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അതിൽ പല തരത്തിലുള്ള സജഷനുകളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഈ സഹായിക്കാൻ വരുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരമാവധി അപകടങ്ങളും മറ്റും കുറക്കാൻ സാധിക്കും. നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ പല വാർത്താ ചാനലുകളിലും അതുപോലെ യൂട്യൂബ് ചാനലുകളിലൊക്കെ അവർ നമുക്ക് അറിയിക്കുന്നുണ്ട്. ഉദാഹരണം, എങ്ങനെ മൊബൈൽ റീചാർജ് ചെയ്യാം താൽക്കാലികമായി, അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബോട്ടുകൾ വെച്ചിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളത് ഈ M4 ടെക്, മാസ്റ്റർ പീസ്, അതുപോലെ പല ചാനലുകളിലും പല ടിപ്സുകളും അവർ തരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന വിഷയമാണ്. നമ്മുടെ വീട്ടിലുള്ള ബോട്ടിലുകളും ഇതൊക്കെ വെച്ച് ചെയ്യാവുന്ന വിഷയങ്ങളാണ് അതൊക്കെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ രക്ഷിക്കാൻ വരുന്ന ആളുകൾക്ക് തടസ്സമായിട്ട് എവിടെയാണ് കിണർ, എവിടെയാണ് മതിൽ, എവിടെയാണ് റോഡ് എന്നുള്ള വിഷയങ്ങളൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ട് എന്നുള്ള ഒരു വാർത്ത ചില ഫേസ്ബുക്ക് ചാനലുകളിലും യൂട്യൂബിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കാണുകയുണ്ടായി. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് പലരും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോട്ടിൽ വെച്ചിട്ടും അതുപോലെ മരത്തിന്റെ കുറ്റി വെച്ചിട്ടും ചെടികളൊക്കെ വെച്ചിട്ട് പലരും അത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതെങ്ങനെ പ്രായോഗികമായിട്ട് ഇതിൽ നമുക്ക് അത് ഉപകാരപ്പെടുത്താം എന്നുള്ള ഒരു വിഷയമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത് നമ്മൾ രക്ഷിക്കാൻ വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാകും. ഈ ബോട്ട് വരുമ്പോഴും ആൾക്കാർ നടന്നിട്ട് വരുമ്പോഴും എവിടെയാണ് കിണർ, എവിടെയാണ് മതിലെന്ന് അറിയാത്തൊരവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ ഇത് വളരെ ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും ഇത് കാണുക, ഇത് മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്യുക. ഇത് ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ വളരെ ചെറുതാണ്, കുറച്ച് ആളുകളിലേക്ക് ഇത് എത്തുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷെ നിങ്ങൾ ഷെയർ ചെയ്താൽ ഇത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഇത് നമ്മുടെ നാട്ടിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആർക്കും ബോറടിക്കരുത്. അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് അതിൽ ഞാനത് വിശദീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക, പരമാവധി ആളുകൾക്ക് എത്തിക്കുക. ഓക്കെ, നമുക്ക് നിങ്ങൾ വീഡിയോ കിടക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ഈ കിണറിൻ്റെത് അതുപോലെ റോഡിൻ്റെ സൈഡിലുള്ള പോസ്റ്റുകൾ, ഗേറ്റുകളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിൽ കെട്ടിയിടാന്നുള്ള ഒരു ഓപ്ഷൻ പല വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ നോർമലായിട്ട് നമ്മൾ കെട്ടിയാലുള്ള അവസ്ഥ, ഈ കയറിൻ്റെ നീളം അനുസരിച്ചിട്ട് ഇത് വെള്ളം കൂടുന്നതിനനുസരിച്ചിട്ട് അത് വേറെ പൊസിഷനിലായി കിടക്കേണ്ടാകുക. അപ്പോൾ നമുക്ക് വേണ്ടത് എവിടെയാണ് കറക്റ്റ് ആ പൊസിഷൻ, അവിടെ തന്നെ ആ മാർക്കർ ബോയ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ അതിനോട് ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന 1-2 ടിപ്പാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എടുക്കേണ്ടത് ഇങ്ങനത്തെ ബോട്ടിലുണ്ടല്ലോ, ഇങ്ങനത്തെ ഈ പിടുത്തുള്ള ബോട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നമ്മൾ വെളിച്ചെണ്ണ അതുപോലെ തന്നെ നമുക്കിങ്ങനെ കിട്ടുന്ന ബോട്ടിലുകൾ പലതും ഉണ്ടായിരിക്കും. ഒന്നാലെ അതെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഏതെങ്കിലും ബോട്ടിലെടുത്ത് അതിൻ്റെ വക്കത്ത് ജസ്റ്റ് റിങ് പോലെ വല്ല കമ്പിയേറ്റം ചിറ്റിട്ട് കെട്ടുക, എന്തെങ്കിലും ഒരു റൗണ്ടുള്ള കമ്പി ഉണ്ടാക്കിയതിന് ശേഷം അതിലൂടെ നമുക്ക് ഈ പരിപാടി ചെയ്യാൻ പറ്റും. അപ്പം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ യൂസ് ചെയ്യുന്ന കല്ലുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ അത് വെയിറ്റുള്ള കല്ലുകളായിരിക്കും അതിൻ്റെ ഒരു വശം യൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ അത് ആ കിണറിൻ്റെ ആ കാലുമ്മലോ അതുപോലെ പോസ്റ്റുമ്മലോ അറ്റം കെട്ടിടണം ഒരറ്റം. മറ്റേ അറ്റം ജസ്റ്റ് ഒരു കൗണ്ടർ വെയിറ്റ് എന്നുള്ളത് പോലെ എന്തെങ്കിലും ഒരു വെയിറ്റുള്ള ഒരു കല്ലോ ഒരു കമ്പിയോ യൂസ് ചെയ്യുക. അപ്പോൾ ഞാനിത് സാമ്പിളായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസിൻ്റെ ബൗൾ എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത്. അത് നോക്കിയിട്ട് നിങ്ങൾ അത് ഉപകാരപ്പെടുകയാണെന്ന് വെച്ചെങ്കിൽ അതുപോലെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇരിക്കുന്ന ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഇരിക്കുന്ന ബോട്ടിൽ. ഇതിവിടെ പാല് മേടിക്കുമ്പോൾ കിട്ടുന്ന ബോട്ടിലാണ്. ഇതുപോലെ തന്നെ ഏകദേശം ഇത് ഷേപ്പിലുള്ള ബോട്ടിൽ നമുക്കിവിടെ സോപ്പിൻ്റെ ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, അത് വാങ്ങിക്കുമ്പോൾ അതുപോലെ തന്നെ വെളിച്ചെണ്ണ മേടിക്കുമ്പോഴോ ഓയിൽ മേടിക്കുമ്പോഴൊക്കെ ഇതുപോലെ ബോട്ടിൽ നമുക്ക് കിട്ടും. ഈ ബോട്ടിലിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ പൊടുത്തുള്ളത് കൊണ്ട് ഈ ഹോള് കണ്ടില്ലേ, ഇതുള്ളത് കൊണ്ട് നമുക്ക് ഒന്നും കൂടി ഫ്ലെക്സിബിളായിട്ട് ഇത് വെള്ളത്തിൽ മൂവ് ചെയ്യാൻ
എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ബോട്ടിൽ എടുത്തത്. അതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിന് ഒന്ന് ഇതാണ് ഈ ബോട്ടിലെടുത്ത്, പിന്നെ കയർ, ഞാൻ ജസ്റ്റ് ചെറിയൊരു സാമ്പിളിന് ഒരു കയർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കയറിൻ്റെ ഒരു അറ്റം എന്ന് പറഞ്ഞാൽ ആ അറ്റം നിങ്ങൾക്ക് ഒന്നാലെ വെയിറ്റ് ഉള്ള വല്ല താബൂക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല സ്റ്റീലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വെയിറ്റ് ഉള്ളത് വെച്ചിട്ട് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. മറ്റേ അറ്റത്ത് നിങ്ങൾ ഈ ബോട്ടിൽ മുങ്ങാൻ ഉള്ള വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല, എന്നെങ്കിൽ ജസ്റ്റ് വെള്ളത്തിൻ്റെ അടിയിൽ താന്ന് കിടക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോട്ടിലാണെന്ന് വെച്ചെങ്കിൽ ഏകദേശം ഇതുപോലത്തെ ഒരു കല്ലൊക്കെ ആണെച്ചെങ്കിൽ വലിയ പ്രശ്നം വരില്ല. അപ്പോൾ ഇതിൻ്റെ ഒരറ്റത്ത് നിങ്ങൾ താഴത്ത് താബൂക്കുമല്ലോ പോസ്റ്റുമല്ലോ കെട്ടുക. മറ്റേ അറ്റം നിങ്ങളിത് കെട്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ജസ്റ്റ് നോക്കി കെട്ടുക. അതിപ്പോൾ വല്ല സ്റ്റീലൊക്കെ ആണെച്ചെങ്കിൽ ഇത് അഴിഞ്ഞു പോകാൻ പാടില്ല, ആ ബോട്ടിലിൻ്റെ ഹോളിൽ കൂടെ പുറത്തേക്ക് വരാനും പാടില്ല. അങ്ങനത്തെ ഒരു ഇതിലേ നിങ്ങൾ അത് ചെയ്യാൻ പാടുള്ളൂ. ഞാനൊരു ഉദാഹരണം ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ കെട്ടുക. എന്നിട്ട് ഈ ബോട്ടിലിൻ്റെ ഉള്ളിൽ കൂടെ, ബോട്ടിൽ കാലിയായിരിക്കണം, അതുപോലെ തന്നെ ടോപ്പ് ഇടുക, എന്നെങ്കിൽ ഏത് വെള്ളത്തിൽ നല്ല ഈസി ആയിട്ട് പൊന്തി കിടക്കുള്ളൂ, അതിന് പ്രഷർ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടതിന് ശേഷം ഇതിൻ്റെ മറ്റേ അറ്റം നമ്മൾ പോസ്റ്റുമല്ലോ അതോ താഴത്തൊക്കെ ഇട്ട്, അപ്പോൾ നമ്മൾ ഈ എടുത്ത ബോട്ടിലിൻ്റെ ഒരറ്റത്ത് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ കെട്ടേണ്ടത് ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരേണ്ടത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കസേരയുടെ ഒരു സൈഡിൽ കെട്ടുകയാണ്. ഇതിപ്പോൾ നമ്മൾ പോസ്റ്റുമല്ലോ ഒന്ന് കരുതുക, നമ്മളിവിടെ ജസ്റ്റ് കെട്ടി. അപ്പോൾ നമ്മൾ ഇത് നോർമലായിട്ട് നമ്മളിത് ഇവിടെ തന്നെയാണ് കെട്ടിയിട്ടുള്ളതെങ്കിൽ വെള്ളം കുറയാനനുസരിച്ചിട്ട് ഇതിൻ്റെ പൊസിഷൻ പല സൈഡിലായിരിക്കും ഇത് വരിക. നമ്മൾ ഉദ്ദേശിച്ചത് കറക്റ്റ് നമുക്ക് പൊസിഷനിലാണ് ഇത് കാണേണ്ടത്. ഈ നമ്മൾ എന്താണ് കെട്ടിയത് ആ ഐറ്റം കിണറാണോ അതോ പോസ്റ്റാണോ റോഡിൻ്റെ സൈഡാണോ അത് നമുക്ക് അവിടെ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബോട്ടിൽ കെട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത് വെള്ളം പൊന്താനനുസരിച്ചിട്ട് ഇപ്പോൾ കണ്ടോ ഞാൻ ഇത് ഏകദേശം വെള്ളത്തിൻ്റെ ലെവൽ ഇതാണെന്ന് കരുതും. വെള്ളം ഈ സെയിം പൊസിഷൻ തന്നെ ആയിരിക്കും, ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് ഇത് കിടക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു കയറിൻ്റെ മറ്റേ അറ്റത്ത് ചെറിയ വെയിറ്റ് ഇടണം. എന്തായാലും ഈ ഹോളിൽ കൂടെ കല്ല് പോകാൻ പാടില്ല, സ്റ്റീലോ അങ്ങനെ എന്താ വെയിറ്റ് ഉള്ളത് പോകാൻ പാടില്ല. ആ കല്ലിൻ്റെ വെയിറ്റ് കൊണ്ട് ഈ ബോട്ടിൽ മുങ്ങി പോകാനും പാടില്ല. അനുസരിച്ചിട്ടുള്ള വെയിറ്റ് നിങ്ങൾ ഇതിൻ്റെ മറ്റേ സൈഡിൽ ഇടാൻ പാടുള്ളൂ. ഇപ്പോൾ വെള്ളം പൊന്തുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ പൊന്തി വരും. വെള്ളത്തിന് ഇതിന് ഓൾറെഡി പ്രഷർ ഉള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക് ഇത് പൊന്തി വരും. അപ്പോൾ നമുക്ക് ആളുകൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് ആ എക്സാക്ട് എഡ്ജ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സാമ്പിള് ഞാൻ ഈ ഗ്ലാസിൻ്റെ ബോട്ടിൽ നേരത്തെ കാണിച്ചിരുന്ന ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ചെയ്ത് കാണിച്ചു. ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഉദാഹരണം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഒരു സൈഡിലൊരു ചരട് എടുത്ത് ഇതിന് പകരം നമ്മളൊന്ന് യൂസ് ചെയ്യേണ്ടത് നെയിലോണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ റോപ്പാണ് യൂസ് ചെയ്യാനായിട്ട് നല്ലത്. എന്ന് വെച്ചാൽ നമ്മൾ മറ്റ് സാധാരണ കയറാകുമ്പോൾ പൊതുവെ ഇത് അതിൽ ഗ്രിപ്പ് പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഏറ്റവും സ്മൂത്തായിട്ട് ഉള്ള കയർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഒരു കയറിൻ്റെ ഒരു അറ്റം ഇപ്പം നമ്മൾ ഒരു കല്ലുമ്മ കെട്ടി, ഈ കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിത് പോസ്റ്റ് ആയിരിക്കാം, കിണറായിരിക്കാം, റോഡിൻ്റെ സൈഡിലായിരിക്കാം, എവിടെയായാലും ഇത് നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ എന്നിട്ട് ഇതിൻ്റെ മറ്റേ അറ്റം ഞാനിപ്പോൾ ഇത് സാമ്പിളിനായിട്ടൊരു ബോട്ടിൽ എടുത്തേക്കാണ്. ഇതുപോലെ നമ്മുടെ നാട്ടിലുള്ള വലിയ ബോട്ടിലുമേലും നമുക്ക് കെട്ട് കമ്പിയൊക്കെ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതുപോലെ റിങ് ഉണ്ടാക്കിയാലും മതി. ഇതിൻ്റെ അറ്റം ഇതിനുള്ളിൽ കൊടുന്നതിന് ശേഷം ഇതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു ചെറിയ കല്ല്, ഇതേപോലത്തെ വെയിറ്റുള്ള കല്ലാകാൻ പാടില്ല. എന്ന് വെച്ചാൽ ആ വെയിറ്റുള്ള കല്ലാകുമ്പോൾ ഈ ബോട്ടിൽ പൊന്തി വരില്ല, ബോട്ടിൽ അവിടെ തന്നെ നിൽക്കാൻ സാധ്യത ഉണ്ട്. ഇതിൻ്റെ ഈ സൈഡ് ഞാൻ ഇതിൽ കെട്ടാൻ പോവാണ്. ഈ ഹോളിൽ കൂടെ ഈ കല്ല് പുറത്തേക്ക് വരരുത് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര വലിയ ബോട്ടിൽ എവിടെ ഉള്ളൂ. പിന്നെ ബക്കറ്റിൽ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ബക്കറ്റ് എടുക്കാണ്ടിരുന്നത്. ബക്കറ്റിൽ ഇതിൻ്റെ ആ പൊന്തി വരുന്ന ആ രൂപം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ ഇത് വെള്ളത്തിലേക്ക് ഇടാൻ പോവാണ്. ഇത് ഇട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ മറ്റേ അറ്റം ഇതിലോട്ട്. ഇനി ഞാൻ ഇപ്പോൾ ഇത് കണ്ടില്ല, ഇതിപ്പോൾ നിങ്ങൾക്ക് കിടക്കുന്നത് ഏകദേശം അതിൻ്റെ സെയിം പൊസിഷനിലാണ് ഉള്ളത്. ഞാൻ ഇതിൽ വെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് പൊന്തി വരുന്നത് കാണാൻ പറ്റും. ഇത് ഈ വെള്ളത്തിനനുസരിച്ച് സെയിം പൊസിഷനിലാണ് ഇത് പൊന്തി വരിക. നിങ്ങൾക്ക് കാണാൻ പറ്റും. മറ്റേ കല്ലവിടെ നിൽക്കുന്നുണ്ട്. ഈ കല്ലിൻ്റെ ഏകദേശം ഇത് ഹൈറ്റ് വരുമ്പോഴും ആ കല്ല് ഇത് സെയിം പൊസിഷനിൽ തന്നെ പൊന്തി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ? ഇതിൽ അല്ലെങ്കിൽ നമ്മളത് ഡയറക്റ്റ് കെട്ടിയിട്ടാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇത് ആ കയറിൻ്റെ വലിപ്പം അനുസരിച്ച് പല സൈഡിലേക്ക് അത്
മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ അതിലത്തെ വെള്ളം തിരിച്ചിട്ട് ഇറക്കാനുള്ള ഇതാണ്. അപ്പോൾ നിങ്ങൾക്കത് താഴ്ന്നു പോണതും നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും. ജസ്റ്റ് ഒരു സ്ട്രോ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എഫക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ വെള്ളം കുറയാനനുസരിച്ച് ആ ചെറിയ കല്ല് താഴ്ന്നു പോകുന്നതുണ്ട് നിങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സെയിം പൊസിഷനിൽ തന്നെ ആ മാർക്ക് ചെയ്യുന്ന ബോട്ടിലോ അല്ലെങ്കിൽ ജാറോ അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും. നമുക്ക് എത്ര വലിയ ബോട്ടിൽ യൂസ് ചെയ്യാം. പക്ഷേ എന്താ വിഷയം എന്ന് വെച്ചാൽ അതിന് അനുസൃതമായ വെയിറ്റ് ആയിരിക്കണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. ഇല്ലെങ്കിൽ ആ ബോട്ടിലിൻ്റെ ഒപ്പം ആ കല്ലും കൂടി പൊന്തി വരാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോൾ ഈ വെള്ളം ഇതിൽ ഇങ്ങനെ നിറയുന്നതിനനുസരിച്ചിട്ട് ഈ ബോട്ടിൽ താഴ്ന്നു വരുന്ന കണ്ടില്ലേ, കണ്ടോ? ഇപ്പോൾ ഈ വെള്ളം താഴ്ന്നു വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കല്ലും മറ്റേ കല്ല് താഴ്ന്നു പോയി, ബോട്ടിലും സെയിം പൊസിഷനിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ ചുറ്റും ഒരു നല്ല കട്ടിയുള്ള കമ്പി, ചെറിയ കമ്പി ആകുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇത്ര സ്മൂത്തായിട്ട് അതിൽ കൂടെ മൂവ് ചെയ്യില്ല, അവിടെ സ്റ്റെക്കാൻ സാധ്യത ഉണ്ട്. കുറച്ച് വലിയ കെട്ടുകമ്പി ആകുമ്പോൾ നിങ്ങൾക്ക് അത് സെയിം പൊസിഷനിൽ കിട്ടാൻ പറ്റും. ഇവിടെ നമ്മൾ ഈ ബീച്ചിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ മെത്തേഡ്. പക്ഷേ അധികം ഇവിടെ യൂസ് ചെയ്യുക വലിയ മാർക്കർ ബോയ്സ് ആണ്. അതുപോലെ തന്നെ ചെയിനൊക്കെയാണ് യൂസ് ചെയ്യല്. ഇവിടെ അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഒക്കെ ചെയിനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും സിമ്പിളായി പെട്ടെന്ന് കിട്ടാവുന്നത് കയറും അതുപോലത്തെ ഇങ്ങനത്തെ ബോട്ടിൽ കണ്ട പോലെ. അത് ചെറിയൊരു സാമ്പിളാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഇതുപോലെ വലിയ ബോട്ടിൽ എടുക്കുക, ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ കിണറിലോ അത് എവിടെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അവിടെ കിട്ടുക. ഞാൻ അവിടെ വേറെ ഒന്നുമില്ലെങ്കിൽ ഒരു കുളമാണോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണിച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ താബൂക്കോ അങ്ങനെ വെയിറ്റുള്ള നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സൈഡിൽ കിട്ടുക. മറ്റേത് സൈഡിൽ ഈ ബോട്ടിൽ താഴ്ന്നു പോകാത്ത നിരക്കുള്ള ചെറിയൊരു വെയിറ്റ്, ഒരു ഇരുമ്പിന്റെ കമ്പിയായാലും മതി, ജസ്റ്റ് അടിക്ക് കിടക്കുന്ന മാത്രം ഇതിന്റെ ഒപ്പം പൊന്തി വരണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് പല ആളുകൾക്കും ഉപകാരപ്പെടും. എന്താ വെച്ചാൽ പല ആളുകളും പറഞ്ഞിരുന്നു ഗേറ്റ് എവിടെയാണ് മതിൽ എവിടെയാണെന്നൊക്കെ അറിയാത്ത ഒരവസ്ഥ ഇപ്പോൾ ആളുകൾക്ക് രക്ഷിക്കാൻ പോകുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്നൊക്കെ ഞാൻ പല ന്യൂസിലും പല ചാനലിലൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്ക് തോന്നിയതാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ അത് നന്നാവില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളെല്ലാ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇത് ഷെയർ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കെങ്കിലുമൊക്കെ കിട്ടുക. എൻ്റെ ചാനലിൽ കുറച്ച് ആളുകൾക്കാണ് റീച്ച് ആവുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് മറ്റുള്ള ആളുകൾക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ആളുകൾക്കും ഇത് ഉപകാരപ്പെടും. ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക. എനിക്കറിയാം ആളുകളൊക്കെ വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ. എങ്കിലും എൻ്റേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു നിലക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, ബൈ ബൈ.